ഹലോ, നമ്മുടെ പ്രഗ്നൻസി സ്റ്റോറിയുടെ പാർട്ട് 2 ആണ്. അങ്ങനെ നമ്മൾ ആദ്യം കാണിച്ച ഹോസ്പിറ്റലിലെ ഡോക്ടർ റെഫർ ചെയ്തത് നേരെ കിംസിലോട്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മൾ നേരെ കിംസിൽ പോയി ഗൈനക്കോളജിയെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഗൈനക്കോളജി കാണിച്ച സമയത്ത് ഡോക്ടറോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഡോക്ടർ അവിടെ നിന്ന് തന്നെ നേരെ ഹൈ റിസ്കിലോട്ട് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഹൈ റിസ്കിൽ പോയപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് ഡീറ്റെയിൽഡായിട്ട് 2 അനോമലി ചെയ്യണം, 4th മന്തിൽ 5th മന്തിൽ അനോമലി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 4th മന്തിൽ അനോമലി സ്കാനിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നേസൽ ബോൺ വിഷ്വലായിട്ടുണ്ട്, ഡൗൺ സിൻഡ്രത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. എങ്കിലും 5th മന്തിൽ അവർ വീണ്ടും ഡീറ്റെയിൽഡായിട്ട് അനോമലി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലും സെയിം തന്നെയാണ് ഡോക്ടറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്ന റിപ്ലൈ. കുഞ്ഞിന് പ്രശ്നമൊന്നുമില്ല, ഡൗൺ സിൻഡ്രത്തിൻ്റെ ലക്ഷണങ്ങളില്ല, ഡൗൺ സിൻഡ്രം ഉള്ളൊരു കുട്ടിയാണെങ്കിൽ ബോഡി പാർട്സ് എല്ലാം ഓരോന്നും ഓരോ വളർച്ചയായിരിക്കും, അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല, നേസൽ ബോൺ വളരുന്നുണ്ട്, കുട്ടി നോർമലാണ്. ബട്ട് എന്തുകൊണ്ടാണ് 3rd മന്തിൽ ചെയ്ത ഡബിൾ മാർക്കറിൻ്റെ റിസൾട്ട് അങ്ങനെ വന്നത് എന്നാണ് ഡോക്ടർ നമ്മളോട് ചോദിച്ചത്. സത്യത്തിൽ ആ ഒരു ടൈമിൽ ഞങ്ങൾക്കും അറിയത്തില്ല അതിൻ്റെ മെയിൻ റീസൺ എന്തായിരുന്നു എന്ന്. പിന്നീടാണ് ഞങ്ങൾക്കത് മനസ്സിലായത്. ആദ്യം കാണിച്ച ഹോസ്പിറ്റലിൽ നിന്ന് അവർ പുറത്തു കൊടുത്താണ് ഡബിൾ മാർക്കറിൻ്റെ ടെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് വന്ന ആ റിസൾട്ടിൻ്റെ പിഴവ് കൊണ്ടാണ് ഞങ്ങൾ അത്രയും ആ ഒരു പ്രഗ്നൻസിയുടെ പകുതി മുക്കാലും ഞങ്ങൾ കരഞ്ഞു തീർക്കേണ്ടി വന്നത് എന്ന് അപ്പോഴാണ് മനസ്സിലായത്. എന്നിട്ടും 5ാം മാസത്തെ അനോമലിക്ക് ശേഷം വീണ്ടും NIPT എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാമേ.